ശ്രീ സതീഷ് വസന്ത്, SDPI എന്നു മുതലാണ് LDFന് പ്രിയപ്പെട്ടവരായത്. അവരെ ന്യായീകരിക്കാൻ വേണ്ടി ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള തൊടു ന്യായമല്ലാതെ മറ്റെന്ത് വിശദീകരണമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്? നോക്കൂ, നിങ്ങൾ ഈ SDPI CPM ആയിട്ട് ബാന്ധവം എന്നുള്ള ഒരു വ്യാജ പ്രചരണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുദ്ദേശത്തിലാണ് നിങ്ങളത് നടത്തുന്നത് എനിക്ക് മനസ്സിലാവില്ല. കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ബഹുമാനപ്പെട്ട നേമത്ത് ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സഖാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു വോട്ടിൻ്റെ അഭ്യർത്ഥന ചോദിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞ് SDPI തരണമെങ്കിൽ താട്ടെ, എന്താ കുഴപ്പം? നോക്കൂ, ഒരു സ്ഥാനാർത്ഥിയെ എടുത്ത് ചോദിക്കുകയാണ്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ CPMൻ്റെ LDFൻ്റെ നേതാക്കൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ SDPI ആയിട്ട് നമ്മളായിട്ട് ഒരു ബന്ധമുണ്ടെന്നും, അല്ലെങ്കിൽ ഭീകര സംഘടനയായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്? നോക്കൂ, എപ്പോഴും LDF എന്ന് പറയുന്നത് ഒരിക്കലും ഭീകരവാദികളായിട്ടോ അതോ മതസ്പർദ്ധമുള്ള സംഘടനയായിട്ട് യാതൊരു ബന്ധവുമില്ല. എപ്പോഴും നമ്മളത് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മുന്നണിയാണ് LDF മുന്നണി. അത് ഏതാണ്, അത് ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും നമ്മൾ ഒരേ സമയത്ത് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതിലെവിടെയാണ് നിങ്ങളിത് പറയുന്നത്? നിങ്ങളിങ്ങനെ വ്യാജ പ്രചാരണം ജനങ്ങളുടെ ഇടയിൽ ഈ ഇലക്ഷൻ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് പറയുന്നത്, കുറച്ച് വോട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അതിൽ വഴി കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഇതിൽ അതൊന്നും ഒരു സാധൂകരിക്കുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും LDF എന്നുള്ള ഒരു മുന്നണി അല്ലെങ്കിൽ CPM ഒരിക്കലും ഒരു വർഗീയ ശക്തികളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഇലക്ഷൻ സമയമാണ്, ഒരു സ്ഥാനാർത്ഥി എടുത്ത് ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ന മുന്നണി ആര് വന്നാലും നമ്മൾ പോരും, BJPയുടെ വോട്ട് വേണോ അത് തരൂ, നമ്മൾ സ്വീകരിക്കും. അതിലൊന്നും നമുക്കില്ല. കോൺഗ്രസിൻ്റെ വോട്ട് ഉണ്ടോ, തരൂ. അപ്പോൾ ആരെ വോട്ടും ഒരു ഇലക്ഷൻ സമയത്ത് നമ്മൾ സ്വീകരിക്കും. അതൊരു മുന്നണി ഒരു സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. ശ്രീ സതീഷ് വസന്ത്, ഒരു കാര്യം ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ചർച്ച ഇങ്ങനെ കൊടുമ്പിരിക്കൊള്ളുകയാണ്. അപ്പോഴെല്ലാം പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് എന്തിന് എന്നുള്ളൊരു തൊടുന്യായമാണ്. SDPI-കാരന്റെ വോട്ട് വേണം, പക്ഷേ SDPI എന്ന സംഘടന എന്താണ് ഈ സമൂഹത്തിൽ ചെയ്യുന്നത് എന്നുള്ളത് പറയാനുള്ള ആർജവം കാണിക്കുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ഞാൻ താങ്കളടുത്ത് ചോദിക്കുകയാണ്, നമ്മൾ എപ്പോഴെങ്കിലും ഈ മുന്നണിയുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും ബാന്ധവം ഉണ്ടോ, അല്ല രഹസ്യ ബാന്ധവം ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ വോട്ട് തന്നെ, അത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് എതിരായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ന്യൂനപക്ഷ ആൾക്കാർ അവർ പറയും ഇന്ന മുന്നണിക്ക് കൊടുത്താൽ അത് ഈ രാജ്യത്തിന് നല്ലതാണെന്ന്, ഈ സംസ്ഥാനത്തിന് നല്ലതാണെന്ന് പറയും. അങ്ങനെ ഇടുന്ന വോട്ടുകൾ അതൊരു ബാന്ധവമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇത് ചിത്രീകരിക്കുക, അത് ശരിയായ നടപടിയല്ല. ഒരു ഇലക്ഷൻ സമയത്ത് ആരുടെ വോട്ട് നമ്മൾ സ്വീകരിക്കും. പക്ഷേ അത് നിങ്ങളിപ്പം പറയുന്ന തീവ്രവാദം അതൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളിപ്പോൾ BJPക്ക് അവർ കേന്ദ്രം ഭരിക്കുകയില്ലേ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനില്ലേ, അവർക്ക് എന്തിനാണ് ആ ഒരു ഇത് കൊടുത്ത സർട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന SDPI എന്നൊരു സംഘടനയ്ക്ക്? അവർ ഭീകരവാദമാണെങ്കിൽ ആ ഭീകരവാദം ഇത് ചെയ്യുന്നതിന് റദ്ദ് ചെയ്യുക. ഈ പാർട്ടി SDPI എന്നുള്ള പാർട്ടി നമുക്ക് ഈ രാജ്യത്തിന് ഭീകരവാദം നടത്തുകയാണ്, അതുകൊണ്ട് അതിനൊരു നിരോധനം വയ്ക്കട്ടെ. അങ്ങനെ ഇല്ലല്ലോ. നോക്കൂ, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്. SDPI എന്ന് പറയുന്നത് അവരൊരു മുസ്ലിങ്ങളെ ഒരു ഭൂരിപക്ഷ ന്യൂനപക്ഷ അവരൊക്കെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു മുന്നണി. ആ SDPI മുന്നണി എവിടെയെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാനിത് ന്യായീകരിക്കുന്നതല്ല. അപ്പം നമ്മൾ LDFനെ സംബന്ധിച്ചും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് LDF എന്നുള്ള മുന്നണി നിൽക്കുന്നത്. ആ LDFൻ്റെ മുന്നണി ഒരു കാരണവശാലും ഒരു ഈ ന്യൂനപക്ഷ വർഗീയതയോ മതസംഘടനകളായിട്ടോ നമ്മൾ ഒരു ഇതും വച്ചിട്ടില്ല. അത് എല്ലായ്പ്പോഴും അങ്ങനെയാണ്. അത് തെറ്റുകൾ കണ്ടാൽ നമ്മൾ കുറ്റം പറയും, ഒരു ദാക്ഷിണ്യം ഇല്ലാത്ത രീതിയിൽ നമ്മൾ പറയും. മനസ്സിലായില്ലേ? ശരി.